ജയ് ശ്രീമന്നാരായണ. ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർകൾ. അധ്യായം 12 ഭക്തിയോഗ ശ്ലോകം 18. സമഃ ശത്രൗ ച മിത്രേ ച തഥാ മാനാവമാനയോഃ ശീതോഷ്ണ സുഖദുഃഖേഷു സമസ്സംഗ വിവർജിതഃ. ഓം. ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം ഭക്തിയോഗ അഭ്യസിപ്പിക്കുന്നു. പരമാത്മ പറയുന്നു, അർജുന, ശത്രുക്കളാലോ സുഹൃത്തുക്കളാലോ മനസ്സിനെ ബാധിക്കപ്പെടാത്തൊരു ഭക്തൻ, അരികിലുള്ളപ്പോഴും അകലെയുള്ളപ്പോഴും ഒരേപോലെ മനസ്സിനെ സ്ഥായിയായി വയ്ക്കുവാൻ സാധിക്കുന്നൊരു ഭക്തൻ, ഇവരാണ് എനിക്ക് വളരെ പ്രിയപ്പെട്ടവർ. മനസ്സിൻ്റെ സ്ഥിരത എല്ലാ അവസ്ഥയിലും അപമാനപ്പെട്ടാലും പുകഴ്ത്തപ്പെട്ടാലും കൈവരിക്കുവാൻ കഴിയുന്ന ഒരു ഭക്തൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. ചൂടോ തണുപ്പോ, സന്തോഷമോ ദുഃഖമോ, ചൂടിനാൽ അനുഭവിക്കുന്ന സുഖമോ ദുഃഖമോ, തണുപ്പിനാൽ അനുഭവിക്കുന്ന സുഖമോ ദുഃഖമോ എല്ലാം ഒരേ മനസ്സുകൊണ്ട് അനുഭവിച്ച് ഇതെല്ലാം പരമാത്മയുടെ അനുഗ്രഹത്തിനാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ ഫലമാണെന്ന് തിരിച്ചറിയുന്ന ഭക്തനാണ് എനിക്ക് പ്രിയപ്പെട്ട ഭക്തൻ. പ്രവൃത്തികൾ ചെയ്യുമ്പോഴും താൻ പരമാത്മയുടെ ഒരു ഉപകരണം മാത്രമാണെന്ന് കരുതി പ്രവൃത്തികൾ താനാണ് ചെയ്യുന്നത് എന്ന് മനസ്സ് കരുതാതെ അതിനോട് അടുപ്പം കാണിക്കാത്ത ഭക്തനാണ് എനിക്ക് പ്രിയപ്പെട്ട ഭക്തൻ. ഇപ്രകാരം ശ്രീകൃഷ്ണ പരമാത്മ വ്യക്തമാക്കുന്നു, ഈ പറഞ്ഞ ഗുണങ്ങൾ വളർത്തിയെടുക്കുന്ന, ഫലം ഇച്ഛിക്കാതെ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരെന്ന്. ശ്രീകൃഷ്ണ പരമാത്മയുടെ അധ്യാപനത്തിൽ നമുക്ക് ധ്യാനിക്കാം. ഫലം ഇച്ഛിക്കാതെ പ്രവൃത്തികൾ ചെയ്യാം. ഈ പറഞ്ഞ ഗുണങ്ങൾ ഒന്നൊന്നായി വളർത്തിയെടുക്കാം. ശ്രീകൃഷ്ണ പരമാത്മയ്ക്ക് പ്രിയപ്പെട്ടവരായി മാറാം. ശ്രീകൃഷ്ണ പരമാത്മയുടെ അധ്യാപനത്തെ ധ്യാനിച്ച് ഈ ഗുണങ്ങൾ ഒന്നൊന്നായി വളർത്തിയെടുക്കുവാൻ പരിശ്രമിച്ച് നമുക്ക് ശ്രീകൃഷ്ണ പരമാത്മയോടുള്ള അടുപ്പം വളർത്തിയെടുക്കാം. ശ്രീകൃഷ്ണ പരമാത്മാവിൽ അഥവാ ശ്രീമൻ നാരായണനിൽ സ്വയം അടിയറവ് വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം അർത്ഥപൂർണമാക്കുവാൻ ശ്രമിച്ച് ശ്രീകൃഷ്ണ പരമാത്മയുടെ വാക്കുകൾ ശ്ലോകത്തിൽ എന്ന പോലെ നമുക്ക് ആവർത്തിക്കാം. സമശത്രൗ ച മിത്രേ ച തഥാ മാനാവമാനയോഃ ശീതോഷ്ണ സുഖദുഃഖേഷു സമസ്സംഗ വിവർജിതഃ. ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസത്ത 18-ാം അധ്യായത്തിലെ 65 മുതൽ 70 വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലെ 8 ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, ഈ 8 ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും. ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിഷ്യേ വചനം തവ, അതായത് കൃഷ്ണ, അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു. ഈ 8 ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം. ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല. നമ്മൾ നടപ്പിലാക്കേണ്ട 8 പ്രതിജ്ഞകൾ ഞാൻ പറയാം. ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം.
ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം. ജയ് ശ്രീമന്നാരായണ. ഇവയാണ് നമ്മളുടെ 8 പ്രതിജ്ഞകൾ. ഓ ശ്രീമന്നാരായണ, അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. ഓ ശ്രീമന്നാരായണ, അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും. ഓ ശ്രീമന്നാരായണ, അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം. ഓ ശ്രീമന്നാരായണ, അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം. ഓ ശ്രീമന്നാരായണ, മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ശ്രീമന്നാരായണ, ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു. ഓ ശ്രീമന്നാരായണ, മാ സുജ, അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു. അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല. ഓ ശ്രീമന്നാരായണ, അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഓ ശ്രീമന്നാരായണ, അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ്. ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം. ഓ ശ്രീമന്നാരായണ, ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം. ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും. ശ്രീമന്നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ്. അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം. ശ്രീമന്നാരായണ, കരിഷ്യേ വചനം തവ. ശ്രീമന്നാരായണ, ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചുകൊള്ളാം. സമഃ ശത്രൗ ച മിത്രേ ച തഥാ മാനാവമാനയോഃ ശീതോഷ്ണ സുഖദുഃഖേഷു സമസ്സംഗ വിവർജിതഃ. ഓം സമഃശത്രൗ ച മിത്രേ ച തഥാ മാനാവമാനയോഃ
शीतोष्णसुखदुःखेषु समः सङ्गविवर्जितः।